ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒത്തിരി നാളായില്ലേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ മുടി കളർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എനിക്കറിയത്തില്ല അവസാനം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. സക്സസ് ആയാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഈ സ്ട്രീക്സിൻ്റെ ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെയർ കളറാണ്. ശരിക്കും ഇൻറ്റൻഷനലി വാങ്ങിയൊന്നും അല്ല കേട്ടോ. ഇന്നലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അമ്മയ്ക്ക് ഹെയർ ഡൈ വാങ്ങിയപ്പോൾ അതിൻ്റെ അടുത്തിരുന്നതാണ്. അപ്പം മുന്നേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കളർ ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച് ഡ്രോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഇത് കണ്ടപ്പോൾ ആ ആഗ്രഹം പിന്നെയും വന്നിട്ട് ഒന്ന് വീട്ടിൽ തന്നെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അജ്ജയുടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഇതില്ല. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റീഡ് ചെയ്താൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഇതിലെല്ലാ ലാംഗ്വേജും ഉണ്ട്, മലയാളം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ കളറിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് റെഡ് ആയതുകൊണ്ട് ഇതിലിങ്ങനെ റെഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെയർ ഒന്ന് വാഷ് ചെയ്യണം. പക്ഷേ ഇതിൽ ഹെയർ വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നേ ഹെയർ വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ബ്ലീച്ച് ഇടുന്നതിന് മുന്നേ ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കണമെന്നാണ്. ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഷാമ്പു ചെയ്യണം. ഷാമ്പു ചെയ്ത് നല്ല ഡ്രൈ ആക്കണം. ഇപ്പം ഞാനൊരു 2-3 ദിവസം മുന്നേ ഇത് ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഓയിലി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഓയിലൊന്ന് നന്നായിട്ട് കളയാം. ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല, കാരണം നല്ല അത്യാവശ്യം ബ്ലാക്ക് ഹെയർ ആണ്. പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല ടെൻഷനുണ്ട്. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. മുടി ഒന്ന് ഫസ്റ്റ് വാഷ് ചെയ്ത് നല്ലതായിട്ട് ഷാമ്പു ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇനി ഇതിനുള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഈ ഒരു ബോക്സിനുള്ളിൽ 2 ബോക്സ് ഉണ്ട് കേട്ടോ. ഇതിനുള്ളിലാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഉള്ളത്. ഇതിൽ തന്നെ ബ്രഷുണ്ട്, പിന്നെ ഈ ഫോയിൽ പേപ്പറുണ്ട്, ഇത് ഡെവലപ്പറും പിന്നെ ഈ ബ്ലീച്ചും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലോണ്ടർ പൗഡർ ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 എണ്ണം ഉണ്ട് കേട്ടോ ബ്ലോണ്ടർ പൗഡർ. അപ്പോൾ നമുക്ക് ഹെയർ ഫുള്ളൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. നമ്മൾ ചെറുതായിട്ട് 2-3 ഭാഗങ്ങളിൽ മാത്രം നോക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി, ഡെവലപ്പറിൻ്റെ പകുതി എടുത്താൽ മതി. ഇതിലവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1/4 1/2. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഹാഫായിട്ട് എടുത്താൽ മതി. എല്ലാം നല്ല കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് വെച്ചേക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒരെണ്ണം മാറ്റി വയ്ക്കാം. ഇത് 2ഉം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്രയാണ് ആ ഒരു ഫസ്റ്റ് ബോക്സിലുള്ളത്. പിന്നെ ഗ്ലൗസ് ഉണ്ട്. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. കണ്ടില്ലേ? ഇതിൽ നമ്മൾ എടുത്തേക്കുന്നത് ക്രിംസൺ റെഡ്, ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ. പിന്നെ വന്നിട്ട് ഈ ഒരു സെക്കൻഡ് ബോക്സ്, ഇതിലാണ് നമ്മുടെ ശരിക്കുള്ള സാധനങ്ങളുള്ളത്. കളറിൻ്റെ ക്രീം, ഇതാണ് നമ്മുടെ ഹെയറിനെ റെഡ് കളറാക്കുന്നത്. പിന്നെ ഡെവലപ്പറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹാഫ് എടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഷാമ്പു ചെയ്ത് കണ്ടീഷണറും ഇവർ തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത്രയാണ് ഇതിലുള്ളത്. നമ്മൾ ബ്ലീച്ച് ഫസ്റ്റ് സ്റ്റെപ്പിൽ ബ്ലീച്ച് ഇടുമ്പോൾ ഹെയറിൻ്റെ കളർ മാറും. അപ്പോൾ ആ ഒരു കളർ മാറിയ ഹെയറിലാണ് പിന്നെ നമ്മൾ കളർ ആൻഡ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാം പറയുമ്പോൾ ഞാൻ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഷാമ്പു ഇട്ട് ഇനി ഒന്ന് ഡ്രൈ ചെയ്യാം. അപ്പോൾ ഡ്രയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് സമയം ഒന്ന് ഫാനിൻ്റെ അടിയിലിരുന്നിട്ട് മുടി നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. മുടി നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ടേ. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. കൊളമാക്കരുത്. കുളമൊന്നും ആക്കൂല. സുരാജ് കോഴിക്കുഞ്ഞിന് കള്ളടിച്ച പോലെ ഞാൻ അടിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ പാർട്ടിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ ജസ്റ്റ് ഒരു ബുഷ് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ഹെയറിൻ്റെ ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് കളർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പോർഷനായിട്ട് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇവിടെ റബ്ബർ ബാൻഡിന് ക്ഷാമം ആയതുകൊണ്ട് അഞ്ചേട്ടൻ ജസ്റ്റ് നൂല് വെച്ച് കെട്ടിത്തരുവാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലീച്ച് ഇടാനും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കളർ ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി വേണം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോയിൽ പേപ്പറൊക്കെ ആദ്യമേ കട്ട് ചെയ്ത് വയ്ക്കുകയാണേ. അപ്പം ഞാനിങ്ങനെ ഹെയറിനൊരു 9, 10 ആയിട്ട് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖം കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് തോന്നുമെങ്കിലും ശരിക്കും അത്രയൊന്നും ഇല്ലായിരുന്നു. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ബ്ലോണ്ടർ പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 1 പാക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മതി ബാക്കി കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. പേരൊന്നും കേട്ട് പേടിക്കണ്ട, നമ്മുടെ ബ്ലീച്ച് ഇല്ലേ അത് തന്നെ സംഭവം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്പറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്പറിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളവ് കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാഫാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ഹാഫ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പകുതി മതിയായിരുന്നു കേട്ടോ. ഞാൻ ഇത്ര ഒന്നും കളർ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പൊട്ടിച്ച സ്ഥിതിക്ക് ഇനി വെച്ചേക്കണ ശരിയല്ലല്ലോ. സർജറി ചെയ്യാവുന്ന ഒരു കയ്യിലിട്ടാൽ മതി, റൈറ്റ് ഹാൻഡിലിട്ടാൽ മതി. ഓ ഇന്ന് കൊളവാക്കും. എന്തായാലും എന്താ പറയാ, ഇതെന്തായാലും എനിക്കൊരു ഉറപ്പില്ല. പിന്നെ ഞാനിതൊന്ന് കട്ടിലൊന്നും വീഴരുത്. അതൊന്നും എനിക്ക് ഒരാൾ കൊല്ലിനെ നാക്കൾ തുടച്ചുള്ള അതിന് പിന്നെ താഴെ ഇതെനിക്ക് സർഫിൻ്റെ പൊടി ഇളക്കങ്ങട് എടാ ഇളക്കി കഴിഞ്ഞാൽ തെറിച്ചു പോകുന്നു. ഇളക്കണോ? വേണ്ട, ബ്യൂട്ടിഫുൾ കളർ. അതെ സർഫിൻ്റെ കൂട്ടം നമ്മൾ വെച്ചിട്ടുമായിട്ട് മാറ്റം. ഇതൊക്കെ കട്ടിലിൽ വെച്ച് ചെയ്യാൻ പാടുണ്ടാകുന്നു പലരും വിചാരിക്കും. പക്ഷെ പുറത്ത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ്. മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. കുളമാക്കരുത് കേട്ടോ, എനിക്ക് പുറത്തിറങ്ങാനുള്ളതാ. പിന്നെ എനിക്ക് അതിലൊരു ഉറപ്പില്ല. ഇതൊക്കെ ഒരു ധാരണയുടെ പുറത്ത് അങ്ങോട്ട് ചെയ്യില്ല. അത് മനസ്സിലാത്ത എനിക്ക് നോക്കും. ഇത് ഞാനൊരു രാജ്മഹൽ പടി രാജവളർന്നും ആകത്തില്ല മിക്കവാറും. ഇതെന്താ ചെയ്യണേ? ഇത് തുടങ്ങങ്ങള് ആ റബ്ബർ ബാൻഡിന് താഴെ വെച്ചിട്ടാളേ. എൻ്റെ പുല്ല് പോകുന്ന അറിയി കെമിസ്ട്രി ലാബിൽ കയറിയതിൻ്റെ സ്മെല്ല്. അയ്യോ, ഈ മുടി തിരിച്ചു വെച്ചും ചെയ്യണം. ആ ഫുള്ള് എല്ലാ ഭാഗത്തും ആക്കണം. മുടി തിരിച്ചു വെക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യും? കൈ കൊണ്ട് ചെയ്തു, ഗ്ലൗസ് ഉണ്ടല്ലോ. അതല്ലെന്ന് മുടി തിരിച്ചാക്കട്ടെ. എനിക്കത് തികയത്തില്ലടാ. പിന്നെ ഈ ഫോയിൽ പേപ്പറിന്റെ പുറത്തൊന്നും നോക്കണ്ട കേട്ടോ, ബാക്കിയുള്ള മുടിയിലൊക്കെ ആയാലോ. എല്ലാ ഭാഗത്തും ആയോ? നന്നായിട്ട് ഇങ്ങനെ മടക്കി വെച്ചു. മുടിയുടെ എല്ലാ ഭാഗത്തും ആയല്ലോ. എനിക്കെല്ലാം ഞാൻ തന്നെ ചെയ്തില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല, അതുകൊണ്ടാട്ടോ ചോദിക്കണേ. അഞ്ചടി എക്സ്പേർട്ടായി. ഇത്ര നേരം ഫോയിൽ പേപ്പറൊക്കെ വെച്ച് പിടിച്ചോണ്ടിരുന്നില്ല, ഇപ്പൊ അത് കയ്യിലെടുത്ത് ആത്മാർത്ഥതയായി. ബോറടിക്കുന്നോ ഇനി? എന്താ ഒരു കനത്തില് ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ്ഡ് അല്ലല്ലേ. ഇനി ഇത് വാഷ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം. 1/2 മണിക്കൂർ. ഓക്കെ, ഓൾറെഡി ഇവിടെ തുടങ്ങിയപ്പോൾ തന്നെ 1/2 മണിക്കൂർ ആയി. പക്ഷേ ഇതായിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിനൊരു 15-20 മിനിറ്റ് വയ്ക്കാം. എന്നിട്ട് വാഷ് ചെയ്ത് പിന്നെ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ്. ഇത് വെക്കാറ് മുടിക്ക് ഈടാ അതിന്റെ പുറവശമായില്ലടാ. അത് കുഞ്ഞ് അടിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു എന്തോ ഒരു വൃത്തിയായിട്ട്. ബ്ലീച്ചിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടേ, കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാൻ ഈ റബ്ബറൊന്നും എടുക്കാണ്ട് തന്നെ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്താണ് കേട്ടോ. ഞാൻ ഓരോന്നായിട്ടൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതാണ്. ഇനി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുവരെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇനി റെഡ് അടിക്കുമ്പോൾ റെഡ് ആവോ ഇല്ലയോ എന്നൊക്കെ നോക്കിയാൽ മതി. ഈ റബ്ബർ എടുത്തിട്ട് വാഷ് ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മളിത് കണ്ടുപിടിച്ചൊക്കെ റെഡ് അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റബ്ബറും കൂടെ വെച്ചിട്ട് ചെയ്തത്. ഇത് ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് ശരിക്കും കളർ ആൻഡ് യൂസ് ചെയ്യാം. ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം കേട്ടോ സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ബോക്സിൽ നമുക്ക് കണ്ടീഷണറുണ്ട്, അതുപോലെ തന്നെ ഒരു ഡെവലപ്പറും പിന്നെ നമ്മുടെ കളറൻറ്റും ആണ് ഉള്ളത്. നേരത്തെ നമ്മൾ ഒരു ബ്ലോണ്ടർ പൗഡറും പകുതി ഡെവലപ്പറും എടുത്തതുപോലെ തന്നെ ഇതും നമുക്ക് രണ്ടും പകുതി ആട്ടോ എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഫുള്ളാണ് അതെടുത്തെങ്കിൽ ഇതും നമുക്ക് ഫുൾ എടുക്കാം.
സ്റ്റാർട്ടിങ്ങിൽ ഒരു യെല്ലോ ക്രീമായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡെവലപ്പറുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കളർ നന്നായിട്ടങ്ങ് ചേഞ്ച് ആവും കേട്ടോ. ഒരു നല്ല ഡാർക്ക് പർപ്പിൾ കളറാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മുടി കളർ ചെയ്ത് കഴിയുമ്പോൾ പരിപാടി കഴിഞ്ഞു എന്നുള്ളൊരിത് ചിന്തിക്കരുത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ നന്നായിട്ട് മുടിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവും, ഡാമേജ് ആവും ഒക്കെ ചെയ്യും. ഓക്കെ, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മൾ സലൂണിൽ പോയിട്ടൊക്കെ ചെയ്യുവാണെങ്കിലും അവർ നമ്മളോട് പറയും മന്ത്ലി നമ്മൾ സ്പാ ചെയ്യണം, ഇല്ലെങ്കിൽ മുടിക്ക് കേടാണെന്ന് പറയാറുണ്ട്. അപ്പം നമുക്കിപ്പോൾ മന്ത്ലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് സ്പാ ക്രീമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് മേടിച്ച് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും ഫ്രിസ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സിറം ഒക്കെ യൂസ് ചെയ്തിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് നോക്കാം. ഇനി നന്നായിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെഡ് ആവും നോക്കാം. ആ റബ്ബർ ബാൻഡും ഫോയിൽ പേപ്പറും എല്ലാം മാറ്റി നന്നായിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് അത് കഴിഞ്ഞ് അവർ തന്നെ തന്ന കണ്ടീഷണറും കൂടെയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇത് നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ കളർ ചെയ്ത ഹെയറിൽ മാക്സിമം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു കളർ ഇല്ലാത്ത സ്ഥലത്ത് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം. ഓയിൽ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോൾ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ലുക്ക് കേട്ടോ. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി. നമ്മൾ സലൂണിലൊക്കെ പോയി ഒരുപാട് പൈസ ഒക്കെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ കളർ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ മേടിച്ചിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.